Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, salatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമ്മളിവിടെ ഇസ്ലാഹി ഫോറം ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫോ പാർക്കിലെ അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുമുള്ള പ്രൊഫഷണൽസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു കൂട്ടായ്മയുടെ 8ാമത്തെ തസ്കിയ ക്ലാസ്സും അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള ഫാമിലി മീറ്റിനും കൂടിയിട്ടാണ് ഇന്ന് കൂടിയിട്ടുള്ളത്. ഇത് പുറകോട്ടൊന്ന് കുറച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വെറും 10 പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഈ ഒരു കൂട്ടായ്മയുടെ ആരംഭം. ഒരേ ഒരു ഉദ്ദേശം മാത്രം, കളങ്കമില്ലാത്ത തൗഹീദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ തിരക്കുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽസിന് എങ്ങനെ അവരുടെ ഈ പ്രൊഫഷണൽ ലൈഫ് ബുദ്ധിമുട്ടാവാതെ ഈ ഒരു ആശയം എങ്ങനെ ഡിസ്കസ് ചെയ്യാം, ഏറ്റവും വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ 2 മാസത്തിൽ 1 മണിക്കൂർ ക്ലാസ് എന്നൊക്കെയുള്ള രീതിയിൽ ഏറ്റവും ചുരുക്കമായിട്ട്, പക്ഷെ എന്നാലും ആ കിട്ടുന്ന 1 മണിക്കൂറിൽ അവർക്ക് നേടാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ എങ്ങനെ പകർന്നു കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്ന് ആ 10 എന്നുള്ളത് നമ്മൾ 70 പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ഇന്ന് ഉയർന്നിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാമിൽ നിന്ന് ഇൻഫോ പാർക്കിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ 8 പേരായിരുന്നു അന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വെറും നമ്മുടെ മേഖലയിൽ നിന്ന് മാത്രം 36 പേര് അൽഹംദുലില്ലാഹ് അന്നത്തെ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറെ പേര് വഴിയിലാണ്, മഴയും തടസ്സങ്ങളൊക്കെ കാരണം പകുതി പേരെയും എത്തിപ്പെടാനുണ്ട്. ഇപ്പൊ എന്ത് തന്നെ വന്നാലും റബ്ബിന്റെ വശം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംരംഭത്തിന് എത്രത്തോളം റബ്ബ് കൂടെ ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശവും പ്രൊഫഷനും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതെന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദർശം വേറെ, പ്രൊഫഷൻ മറ്റൊരു എൻറ്റിറ്റി ആയിട്ട് തന്നെ കണക്കാക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഉയർന്ന തലത്തിൽ പ്രൊഫഷൻ, സമൂഹത്തിന്റെ ക്രീമി ലെയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എത്രത്തോളമാണ് അവർ ആദർശം ഉയർത്തിപ്പിടിക്കേണ്ടതും അവർ സമൂഹത്തിന്റെ മുന്നിൽ ആദർശം തുറന്ന് കാണിക്കേണ്ടതും എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം. വിജ്ഞാനത്തിൽ എത്രയോ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഗുരുനാഥന്മാർ പോലും സംസാര ശൈലിയിലും സമൂഹത്തിന്റെ മുന്നിൽ ആളുകളുടെ ഒരു വിഷയം പ്രസന്റ് ചെയ്യാനും സമാനതകളില്ലാത്ത തലത്തിൽ നിൽക്കുന്ന ഗുരുവര്യന്മാർ പോലും ഒരു വിഷയം പറയുമ്പോൾ അവരിൽ നിന്ന് എത്ര ആളുകൾ അത് കേൾക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്, അതിലും കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ, അതായത് പ്രൊഫഷണാലിസം കീപ്പ് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ ഉയർന്ന തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ അല്പം ആർജിച്ചെടുത്ത കുറച്ച് അല്പം അവിടെയും ഇവിടെയുള്ള വിജ്ഞാനം വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എത്രത്തോളം ആളുകളിലോട്ട് എത്തും എന്നുള്ള കാര്യത്തിന് അനുഭവസ്ഥനാണ് ഈ ഞാൻ പോകും. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മൾ ആർജിച്ചെടുത്ത കാര്യങ്ങൾ സ്വയമായിട്ട് വെക്കാതെ നാമും നമ്മുടെ പ്രൊഫഷനുമായിട്ട് ഇങ്ങനെ പോവാതെ നമ്മൾ എത്രത്തോളം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം നമ്മുടെ ചുറ്റുമുള്ളവരിലോട്ട് എത്തിക്കണം, നമ്മുടെ ബാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് കൂടിയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണെങ്കിലും എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ തിരക്കുകളും ഈ ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷത വഹിക്കാൻ വേണ്ടി യോഗ്യരായിട്ടുള്ള എത്രയോ പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, പക്ഷെ അതൊന്നും വേണ്ട. ഇത് ഇൻഫോ പാർക്കും ഈ മേഖലയുമായിട്ട് വർക്ക് ചെയ്യുന്നവർ മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് നേരിട്ട് നിങ്ങളും നിങ്ങളുടെ ഡിസ്കഷനും മാത്രം മതി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഇവിടെ നമ്മുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രിയ സുഹൃത്തായിട്ടുള്ള ബഹുമാനപ്പെട്ട നൗഫൽ ഹാദിയാണ്. നൗഫൽ ഹാദിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ തന്നെ സംഘടനകൾക്കും ആദർശങ്ങൾക്കും അപ്പുറത്ത് എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തന്റെ പരന്ന വായന കൊണ്ടും സംസാര ശൈലി കൊണ്ടും ആളുകളുടെ ഹൃദയങ്ങൾ, ചെറിയ കുട്ടികൾ മുതൽ വയോവൃദ്ധന്മാർ വരെയുള്ള മനസ്സുകൾ കീഴടക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. അദ്ദേഹത്തെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ ദീനിന് വേണ്ടിയിട്ടുള്ള സംഭാവനകളെ കുറിച്ചിട്ട് ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അസറിനും ഇതിനൊക്കെ കഴിഞ്ഞ പ്രോഗ്രാമിന്റെ നമുക്ക് നല്ല അറിയുണ്ടാവും. ഞാൻ വാചാലനായി പോകും, അതുകൊണ്ട് ഞാൻ അതിനിവിടെ മുതിരുന്നില്ല. എന്താണെങ്കിലും നമുക്ക് വലിയൊരു കിട്ടലാണ്. നമ്മുടെ കൂടെ നമ്മുടെ അതേ പ്രായത്തിലുള്ള ഇന്ന് കേരളത്തിലുള്ള പലവരും ഏറ്റവും ഉറ്റുനോക്കുന്ന ഈ സംസാരത്തിന് വേണ്ടി കേട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത്.
അപ്പൊ അദ്ദേഹത്തിന് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് ആമുഖ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ നൗഫലിനെ നമ്മുടെ ആദർശവും പ്രൊഫഷനും എന്ന വിഷയത്തിൽ അല്പസമയം നമ്മളുമായിട്ട് ചിന്തകൾ പങ്കുവയ്ക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുക. Assalamualaikum warahmatullahi Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala rasulillah wa ala alihi wa ashabihi al-faizina billah. Faman tabi'ahum bi ihsan ila yaumiddin. Amma ba'd. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാവിധ ദോഷങ്ങളും പോരായ്മകളും അബദ്ധങ്ങളും നാഥൻ നമുക്ക് ഏവർക്കും വിട്ടുകൊടുത്ത് മാപ്പ് നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംഗമത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? അല്ലേ? ഉഷാറില്ല കേട്ടോ. ചായക്ക് മധുരം കുറഞ്ഞുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു വലിയൊരു വൺ വേ ടോക്ക് ഒന്നും ഉദ്ദേശിക്കണ്ട കേട്ടോ. നമ്മൾ കുറച്ചേരം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ പ്രൊഫഷണലുകൾ ആണ് എന്നാണ് തൊട്ടുകൊണ്ട് സഹൽ പറഞ്ഞത്. ഈ ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലം ഏതാ? നിങ്ങളെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം ഏതാ? ഇഷ്ടപ്പെട്ട സ്ഥലം അറിയൂലേ? റൗള, പിന്നെ കൊടൈക്കനാൽ, പിന്നെ പോകണ്ടേ യൂറോപ്പ്, പിന്നെ ഇങ്ങനെ കുറെ ഉണ്ടാവും. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് തീരൂല. കാരണം ഒരാളുടെ ഇഷ്ടമല്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുക. ഒരാൾ മക്ക പറഞ്ഞു കഴിഞ്ഞാല് പ്രാർത്ഥനാ നിർഭരമാകുന്ന ഒരു സ്ഥലം മക്കയാണെങ്കിൽ ആഘോഷിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ യൂറോപ്പായിരിക്കാം. ഒരു ഗുരുവിനോട്, ഗുരു തന്റെ ശിഷ്യന്മാരോട് ഇതേ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഭൂമിയിൽ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചു. ശിഷ്യന്മാരിതെല്ലാം കേട്ടിട്ട് അവര് എണ്ണപ്പാടങ്ങളാണ് ഏറ്റവും സമൃദ്ധമായിട്ടുള്ള സ്ഥലം, ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനികളാണ് ഏറ്റവും സമൃദ്ധമായ സ്ഥലം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ നേട്ടങ്ങൾ കൊയ്യുന്ന മേഖലകളെ പറ്റി ശിഷ്യന്മാരിങ്ങനെ വാചാലരാകാൻ തുടങ്ങി. അവസാനം ഗുരു അവരോടൊക്കെ പറഞ്ഞു, ഇതൊന്നും അല്ല കേട്ടോ നിങ്ങൾ പറയും പോലെ സമൃദ്ധമായിട്ടുള്ള സ്ഥലം. അവർക്ക് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഖബറാണ്. ഖബറാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമൃദ്ധനാക്കുന്ന സ്ഥലം. അക്ബർ ചക്രവർത്തി ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തില് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാളിങ്ങനെ കിടന്നുറങ്ങുന്നു. അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. അദ്ദേഹം തന്റെ പരിചാരകരെ എല്ലാവരെയും വിളിച്ചു, നിങ്ങളത് കാണുന്നില്ലേ? എന്താണ് ഈ മനുഷ്യൻ ഇവിടെ കിടന്നുറങ്ങുന്നത്? ഇദ്ദേഹത്തെ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിടാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. വലിയ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഈ മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ടുള്ള മനുഷ്യൻ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് എന്റെ സ്ഥലമാണ്, നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്തു പോകാം. അദ്ദേഹം കണ്ണൊക്കെ ഇങ്ങനെ തീരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് അക്ബറുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ വീടാണോ? അതെ. നിങ്ങൾ വരുന്നതിന് മുൻപ് ഇതാരുടെ വീടായിരുന്നു? സ്വാഭാവികമായും
എൻ്റെ പിതാവിൻ്റെ വീടാണ്. ആ പിതാവിനേക്കാൾ മുൻപ് വേറൊരാളുടെ വീടായിരുന്നു. അദ്ദേഹത്തിന് മുൻപ് എണ്ണിയാൽ പിറകിലേക്ക് പോകുന്ന ഒരു ചരിത്രം പറയാൻ സാധിക്കും. താങ്കളെങ്ങാനും ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇതിന്റെ അവകാശി ആരാ? എന്റെ മകനായിരിക്കും. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലേ. ഞാനൊരു വഴിയാത്രക്ക് ഇറങ്ങിയതായിരുന്നു. ക്ഷീണം വന്നപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കയറിയതാണ്. എന്റെ വിശ്രമം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും. നിങ്ങളും അതുപോലെ തന്നെയാണ് കേട്ടോ. മഹാനായ അക്ബർ ചക്രവർത്തി ഒന്നും പറയാനാകാതെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വച്ചിരുന്ന താടിയും മുടിയുമെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഏറ്റവും സുന്ദരമായ വസ്ത്രം അണിഞ്ഞ് അക്ബറിന്റെ മുമ്പിലേക്ക് വന്നു നിന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ബീർബലായി. ആ മനുഷ്യന്റെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഒരു വേഷപ്രച്ഛന്നനായി കൊണ്ടുവന്ന ആളായിരുന്നു ബീർബൽ. ഞാനത് സൂചിപ്പിച്ചത്, നമ്മൾ എത്ര ഉന്നതിയിലാണെങ്കിലും എത്ര വലിയ പ്രൊഫഷണൽ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ഡിഗ്നിറ്റി അതാരെ തരണ്ടേന്നറിയോ? പടച്ചോന്ന്. നമ്മുടെ സ്ഥാപനത്തിൽ വലിയ സംഭവമായിരിക്കും. നമ്മളില്ലെങ്കിൽ ആ സ്ഥാപനം ചലിക്കൂല. നമ്മളായിരിക്കും അവിടെ എല്ലാം 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 ആയിക്കോട്ടെ. പക്ഷെ അത് കഴിഞ്ഞാൽ ആ ഒരു ഇന്നർ സർക്കിളിന് പുറത്ത് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അതിനെ നമ്മളൊന്ന് അളന്നാൽ മതി. എല്ലാവർക്കും വിവിധങ്ങളായിട്ടുള്ള പ്രൊഫഷൻ ഉണ്ട്. പക്ഷെ ഈ പ്രൊഫഷൻ എന്ന് പറയുന്ന സംഗതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാല് നിങ്ങൾ അവിടുത്തെ എന്താണോ നിങ്ങളുടെ പോസ്റ്റ്, ആ പോസ്റ്റിനെ അലങ്കരിക്കുന്ന ആളായിരിക്കും. നിങ്ങൾ അത് കഴിഞ്ഞ് വാഹനം ഓടിക്കാൻ കയറി കഴിഞ്ഞാല് നിങ്ങളുടെ പ്രൊഫഷൻ മാറി. നിങ്ങൾ ആരായി? ഒരു ഡ്രൈവറായി. കുറച്ചുകൂടെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പോസ്റ്റും പോയി നിങ്ങളൊരു ഉപ്പയുടെ സ്ഥാനത്തേക്ക് മാറും, ഒരു മകന്റെ സ്ഥാനത്തേക്ക് മാറും, ഒരു മകളുടെ സ്ഥാനത്തേക്ക് മാറും, ഒരു അനിയന്റെ, ഒരു ജ്യേഷ്ഠന്റെ, ഒരു സഹോദരന്റെ എല്ലാ നിലക്കും നിങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഞാൻ അടക്കം. നമ്മുടെ വിഷയത്തിന്റെ ആദ്യത്തെ സംഗതിയോ, ആദർശം എന്നുള്ളത് മാറൂല. ഏറ്റവും നല്ല പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ, പടച്ചോ നമുക്കതിങ്ങനെ കൈവെള്ളയിലേക്ക് വച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആഗ്രഹമായിരുന്നു, ഒരിക്കലും നമ്മുടെ തീരുമാനമല്ല. ആണോ? അല്ല, നമ്മൾ തീരുമാനിച്ചൊന്നുമല്ല. പടച്ചോന്റെ പടച്ചോന്റെ തീരുമാനപ്രകാരം ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് എപ്പോഴാ പോവുക, എപ്പോഴാ കയ്യിൽ നിന്ന് നഷ്ടാവുക, അള്ളാഹു ആലം അറിയില്ല കേട്ടോ. അക്ബറിന്റെ ബീർബലിന്റെയും കഥ പറഞ്ഞാല് നമ്മൾ കുറച്ച് നാളിങ്ങനെ ജീവിക്കാൻ വേണ്ടി മാത്രം വന്ന ആളുകളാണ്. കുറച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്ന സംഗതികളൊക്കെ പോയിട്ട് നമ്മൾ ആരാണ് എന്ന ബോധ്യത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഏറ്റവും കൂടുതൽ ഉപകരിക്കപ്പെടേണ്ട സംഗതിയായിരിക്കണം നമ്മുടെ ആദർശം. അന്നൊരു പക്ഷെ ഈ പ്രൊഫഷൻ നമുക്ക് ഉപകരിക്കൂല. നമ്മൾ ഏറ്റവും വലിയ ബിഗ് സീറോ ആയി മാറിയാലും നമ്മളെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ ആദർശം എന്നുള്ളത്. പ്രൊഫഷൻ മാറും, പക്ഷെ ആദർശം മാറൂല. തസ്തികകൾ എത്ര തന്നെ വിപുലീകരിച്ചു വന്നാലും, എത്ര തന്നെ വലിയ പോസ്റ്റ് കിട്ടിയാലും ആദർശം എന്ന് പറയുന്ന സംഗതിയിൽ ഒരംശം പോലും വിട്ടുവീഴ്ച നൽകാതെ നിലയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം എന്താ അറിയോ, നമ്മൾ ഈ കാണുന്ന ഏതെങ്കിലും ഒരു ഓഫീസിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ഈ ലോകത്ത് വന്ന ആളുകളല്ല. നമുക്കൊരു യാത്ര പോവാനുണ്ട്, വേണ്ടേ? നമുക്കൊരു യാത്ര പോവാനുണ്ട്. ആ യാത്രയ്ക്ക് മുമ്പേ സമൃദ്ധമാകുന്ന ഭൂമിയെ പറ്റി ഗുരു പറഞ്ഞു കൊടുത്തതുപോലെ നമ്മുടെ ഖബറിനെ നമുക്കൊന്ന് ഒരുക്കാൻ ഒന്നാമതായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട സാധനം ആദർശം എന്നുള്ളത്. നമ്മുടെ മുസ്ലിങ്ങളല്ലേ അല്ലെ? ഏറ്റവും നല്ല പേരുള്ള ആളുകളായിരിക്കും.
ഏറ്റവും നല്ല മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താ? എല്ലാറ്റിനും ഇല്ലേ? നമ്മളൊരു ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ നടത്തുന്ന ആള് നമ്മളെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മറ്റുള്ള ആരെയും കാണാത്തൊരു ക്വാളിറ്റി നമുക്ക് വേണം, വേണ്ടേ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കൊളീഗിനുള്ള ക്വാളിറ്റി ആയിരിക്കില്ല ഇപ്പുറത്തിരിക്കുന്ന നമുക്കുള്ളത്. അപ്പുറത്തിരിക്കുന്ന ആള് മുസ്ലിം ആയിരിക്കും കേട്ടോ, അപ്പുറത്തിരിക്കുന്ന പെണ്ണ് മുസ്ലിം ആയിരിക്കും. പക്ഷെ അവൾക്കുള്ളതോ അവനുള്ളതോ അവൾക്കില്ലാത്തതോ അവനില്ലാത്തതോ ആയ ഒരു ക്വാളിറ്റി എന്നിൽ ഉണ്ടാകണം. അതായിരിക്കണം നമ്മുടെ മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതൊരു വസ്ത്രത്തിന്റെ മാത്രം ഒതുങ്ങി നിൽക്കണതല്ല, അതൊരു താടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കണതല്ല. അപ്പൊ അങ്ങനെയല്ലേ ആളുകളോട് നമ്മൾ പേര് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഒന്നാളുടെ പേര് അറിയാൻ വേണ്ടിയാ, രണ്ടെന്തിനാ? ഇവന്റെ ജാതി ഏതാന്ന് അറിയാൻ വേണ്ടിയാ, ഇവൻ ഏത് ഗണത്തിലാ പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയാ. മുസ്ലിമായിട്ടുള്ള ഒരു മനുഷ്യനെ ഒരാൾ അളക്കുന്നുണ്ടെങ്കിൽ ആ മുസ്ലിം എന്ന് പറയുന്ന സംഗതിയിലൂടെ ഒരാൾക്ക് ബോധ്യമാക്കാൻ കഴിയണം എന്താണ് ഒരു മനുഷ്യൻ എന്നുള്ളത്. മുസ്ലിമാവുന്ന മനുഷ്യനായിരിക്കും ഏറ്റവും നല്ല ഒരാൾ. ഒരു വലിയ കുന്നിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, വലിയ എഴുത്തുകാരൻ. അദ്ദേഹം എല്ലാ മാസവും ഒരു യാത്ര പോകും. ഒരു ദിവസം യാത്ര പോകുന്നതിനിടയിൽ അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ താഴ്വാരത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മ അദ്ദേഹത്തിന് ഇങ്ങനെ വിളിച്ചു, നിങ്ങൾ പോവാണോ? എനിക്ക് വേണ്ടി നിങ്ങളൊരു ഉപകാരം ചെയ്യും. ശരി, ചെയ്യാം. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ആ ലൈറ്റ് ഒന്ന് കത്തിച്ചു പോകണം. അതെന്തിനാ? ഉമ്മ പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ആ ലൈറ്റ് അങ്ങനെ കത്തി കിടക്കുമ്പോഴേ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന ഒരു പ്രതീക്ഷയാണ്. ആ മനുഷ്യന്റെ വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. കാരണം ഇത്രയും കാലം സംസാരിക്കാതിരുന്ന ഒരു ഉമ്മ, ഇത്രയും കാലം ജീവിതത്തിൽ പലവട്ടം അതിലൂടെ സഞ്ചരിച്ചിട്ടും വലിയ കാഴ്ചകളൊന്നും നോട്ടമൊന്നും നൽകാതിരുന്ന ആ ഉമ്മ എന്നോട് ആവശ്യപ്പെട്ടത് എന്റെ വീടിന്റെ ഉമ്മറത്തൊരു ലൈറ്റ് ഇങ്ങനെ കത്തിച്ചു വെക്കണം. അതെന്തിനാ? ആ ഉമ്മയ്ക്ക് ഒരു പ്രതീക്ഷയാണ്. ഒരു മുസ്ലിം, ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ മറ്റുള്ളവർക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. കാരണം നമ്മൾ അലങ്കരിക്കുന്ന ഈ പ്രൊഫഷനേക്കാൾ അപ്പുറത്ത് പടച്ചവൻ നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നുണ്ട് എന്ന കാര്യം മാത്രം ഓർത്താൽ മതി. അള്ളാന്റെ മുമ്പില് നമുക്ക് പല ടാസ്കുകളും ചിലപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് കിട്ടും. ഈ ടാസ്കുകളൊക്കെ ഒരു പക്ഷേ പൂർത്തിയാക്കാൻ സാധിച്ചേക്കാം, പൂർത്തിയാക്കാൻ വേണ്ടി ഓടുന്നുണ്ടാകാം. പല നിലക്കും അതിന്റെ കുറെ സ്ട്രെസ് ഒക്കെ ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. നമുക്ക് പഠിച്ചോൻ എത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊരു ജോലി ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, അല്ലേ? വേണ്ട, പഞ്ച് ചെയ്യേണ്ട സമയത്ത് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാല് എത്തന വരെ ഇത് തന്നെയായിരിക്കും ആലോചന. നമുക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ അല്ലേ? പരലോകത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരാറുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ, ഒരു നമസ്കാര ശേഷം ഒരു മൂലയിൽ ഇങ്ങനെ മാറി നിന്ന് കരയുന്നുണ്ട്. ഖലീഫയോട് സഹാബാക്കൾ ഇത് കണ്ടപ്പോ ചോദിച്ചു, അല്ല ഖലീഫ, നിങ്ങൾ എന്തിനാ കരയുന്നത്? അവർക്ക് ഇതിലും മാത്രം ടെൻഷൻ ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ച മനുഷ്യരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല എനിക്ക് സ്വർഗം കിട്ടൂലേ? എനിക്ക് സ്വർഗം കിട്ടൂലേ? അല്ലാഹുവിന്റെ റസൂല് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, വഅലിയും ഫിൽ ജന്ന റളിയല്ലാഹു അൻഹും അജ്മഈൻ. റസൂൽ ഒരു 10 പേരുടെ പേര് ഇങ്ങനെ എണ്ണിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഈ മനുഷ്യന് വീണ്ടും വീണ്ടും ഒരു ടെൻഷൻ ഉണ്ട്, എനിക്ക് സ്വർഗം കിട്ടൂലേ? ഉമർ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാ വളരെ പെട്ടെന്ന് കരയുന്ന മനുഷ്യനാണ്. പെട്ടെന്ന് കരഞ്ഞു, സാധുവാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ഖബർ
ഒരു ജനാസ മറമാടിയതിന് ശേഷം ഒരു ഖബറിന്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നു, എന്നിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരികിൽ സഹാബാക്കൾ വന്ന് ആശ്വസിപ്പിക്കുന്നു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീണ്ടും വീണ്ടും കരയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു അറിയാമോ? അദ്ദേഹത്തോട് സഹാബാക്കൾ പറഞ്ഞു, അല്ല ഉസ്മാൻ, നിങ്ങൾക്ക് സ്വർഗത്തിലാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വീണ്ടും നിങ്ങൾക്ക് ടെൻഷനാ, വീണ്ടും നിങ്ങൾക്ക് പേടിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലാണെന്നൊക്കെ എന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, എന്റെ ഖബറിലെ ആദ്യത്തെ ദിവസം എങ്ങനെയാണെന്ന് എന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല. കരയാനുള്ള കാരണമായിരുന്നു കേട്ടോ. ഇന്നലിൽ ഖബറിൽ നമ്മളിങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഖബറൊന്നും നമ്മളെ വാരി അസ്ഥികൾ ഉണ്ടാവില്ല. അത്രയും ഞെരുക്കത്തോടു കൂടിയായിരിക്കും ആ ഖബറിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെക്കുക. നമ്മുടെ ടെൻഷൻ എന്താന്നേ, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മളാകെ നമ്മൾ തകർന്നു പോകും. പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മുടെ ആലോചന. എന്നാൽ നമ്മുടെ ആഗ്രഹം കൊണ്ടും നമ്മുടെ തീരുമാനം കൊണ്ടൊന്നും കിട്ടാത്തൊരു സാധനം പടച്ചം കൊണ്ടൊന്നും ഇങ്ങനെ തന്നതാ അല്ലേ? ഇഷ്ടം കൊണ്ടൊന്നും തന്നേക്കുന്നാവൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂട്ടോ. ഈ ദുനിയാവിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കുറെ സുഖങ്ങളും കുറെ സൗകര്യങ്ങളും ഇല്ലേ, ഇത് കിട്ടാൻ മാത്രം യോഗ്യരാണോ നമ്മള്? ആണോ? അതിന് മാത്രം ക്വാളിറ്റി ഉള്ള ആളുകൾ നമ്മള്? നിങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ. RCC ഒന്ന് പോണം, ഞാൻ പോയിട്ടില്ല. പക്ഷെ പല ആളുകളും അനുഭവങ്ങൾ പറയുന്നുണ്ടല്ലോ, നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാന്നേ. നമ്മൾ ഈ ഗസയും പലസ്തീനൊക്കെ പറയണ്ടല്ലോ, ഒരു മോൻ ഇങ്ങനെ ഒരു റൊട്ടിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക, ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി ഒരു മോൻ ഇങ്ങനെ കാത്തു നിൽക്കുക, ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക, ഒരു ടാങ്കർ ലോറിയുടെ ചേസുമേ നുറ്റി വീഴ വെള്ളം ഇങ്ങനെ നാവ് കൊണ്ട് നക്കിയെടുക്കുന്ന ഒരു മോനെ കാണുമ്പോഴേ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ് അല്ലെ? ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയത് നമുക്കാണെന്ന് തോന്നുന്നു. അല്ലാഹുവിന്റെ റസൂലുള്ള സഹാബാക്കൾക്ക് ഈ സൗകര്യങ്ങളും സുഖങ്ങളും ഉണ്ടായിരുന്നോ? ഒരു പ്രൊഫഷണലുകളായ നമുക്ക് ആദർശത്തെ നിലനിർത്താനുള്ള തടസ്സം എന്താണെന്നുള്ള ആലോചിച്ചാൽ മതി. സൗകര്യങ്ങളാണ് നമുക്കുള്ളത്, സുഖങ്ങളാവുള്ളത്, സന്തോഷങ്ങളാവുള്ളത്, അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. സൽമാൻ ഫാരിസി എന്ന് പറയുന്ന ഒരു പേർഷ്യക്കാരുണ്ടായിരുന്നു. ഇസ്ലാമിലെ ഖന്തഖ് എന്ന് പറയുന്ന യുദ്ധത്തിന് കിടങ്ങു പിടിക്കുക എന്നുള്ള ഒരു വലിയ തന്ത്രം മെനഞ്ഞെടുത്ത മനുഷ്യൻ. അദ്ദേഹം മരിക്കാൻ കിടക്കുന്നു. സഹാബാക്കളൊക്കെ ഇങ്ങനെ ചുറ്റുണ്ട്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വല്ലാതെ കരയാണ്, വല്ലാത്ത സങ്കടത്തോടുകൂടി കരയുന്നു. സഹാബാക്കൾ ചോദിച്ചു, അല്ല സൽമാൻ, എന്തിനാ കരയുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്റെ റസൂൽ എന്നോട് പറഞ്ഞേക്കുന്നത് ഒരു വഴിയാത്രക്കാരന് വേണ്ടിയിട്ടുള്ള പാതയെ മാത്രം നീ ഒരുക്കിയാൽ മതി. ഇത് പറയുമ്പോൾ സഹാബാക്കൾക്ക് സംശയം, സൽമാൻ ഫാരിസി ഞങ്ങളറിയാതെ എന്തെങ്കിലും നേടി വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ? സൽമാൻ ഫാരിസിയോട് സഹാബാക്കൾ ചോദിച്ചു, എന്താ താങ്കളുടെ കയ്യിലുള്ളത്? സഹാബാക്കൾ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ കണ്ടതേ മൂന്ന് സംഗതികളാണ്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് വിസാദം, ഒരു തലയണ. 2 മത്തുഹ, ശുദ്ധിയാക്കാനുള്ള ഒരു പാത്രങ്ങൾ. 3 ജഫ്ന, ഒരു തോൽപാത്രമുണ്ട്. ഈ 3 സംഗതികൾ മാത്രമേ സൽമാൻ ഫാരിസിന്റെ കയ്യിലെ ജീവൻ പോണ സമയത്ത് അവസാന നിമിഷത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു ഹദീസ് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് 15 ദിർഹത്തിന്റെ മുകളിൽ വരൂല അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ കൂട്ടിയാണ്. ഭാഗ്യവാന്മാരല്ലേ നമ്മള്? എന്തുകൊണ്ടും എല്ലാം കൊണ്ടും സന്തോഷത്തോടു കൂടി പടച്ചവനിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കാൻ നമ്മളിലുള്ള തടസ്സം എന്താണ്? പലപ്പോഴും നമ്മുടെ ജോലി കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോണത് ഒരു പക്ഷെ നമ്മുടെ ആദർശം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ആ ചോദിച്ചു പോകുന്നു, ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ദുനിയാവിൽ ഉമ്മാനായിരിക്കും, ഉപ്പാനായിരിക്കും, മക്കളെയായിരിക്കും, ഭാര്യനായിരിക്കും. ദുനിയാവ് കിട്ടാല് സഹാബാക്കൾക്ക് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതേ സ്വർഗം തന്നെ നമുക്കുള്ളത്, വ്യത്യാസമൊന്നുമില്ല. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത നരകം ഉണ്ടല്ലോ, അതേ നരകം തന്നെ നമുക്കുള്ളത്.
അവർക്ക് ശത്രുവാണെന്ന് പറഞ്ഞ പിശാചുണ്ടല്ലോ, അതേ പിശാചിനെ നമുക്കുണ്ട്. അവര് പോയ അതേ സ്വർഗത്തിലേക്ക് നമ്മൾ പോണെങ്കിലേ നമ്മുടെ പ്രൊഫഷൻ അതെന്ത് തന്നെ വലുതാണെങ്കിലും അതെത്ര തവണ മാറി 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 മറിഞ്ഞാലും ആദർശം എന്നുള്ള സംഗതിയുടെ അംശം പോലും വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകരുത്. ജോലിക്ക് പോണ സ്ഥാപനം എത്ര തന്നെ ഉന്നതിയിലുള്ള സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിനകത്ത് നമ്മളൊരു കറകളഞ്ഞ മുസ്ലിമാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മുസ്ലിമാണ്. ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളൊരു മുസ്ലിമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആളായിരുന്നു. പോസിറ്റീവായിട്ട് റസൂൽ ആലോചിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ ഒരു മനുഷ്യൻ വന്ന് പള്ളിയിൽ മൂത്രമൊഴിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പള്ളിയിൽ മൂത്രമൊഴിച്ചു. ഇത് കേൾക്കുമ്പോ തന്നെ സഹാബാക്കൾക്ക് ഇങ്ങനെ ദേഷ്യം കൂടുക ചെയ്യും. അവരിങ്ങനെ വല്ലാതെ ദേഷ്യപ്പെട്ടു വന്നപ്പോഴേ അല്ലാഹു റസൂല് പറഞ്ഞു, അവിടെ കുറച്ച് മണ്ണ് വരിട്ടോ, അത് നീക്കം ചെയ്തിട്ട് അവിടെ കുറച്ച് മണ്ണിട്ടൊന്ന് ലെവൽ ചെയ്താൽ മതി. വാഹനം ഓടിക്കുന്ന സമയത്ത് പുറകേന്ന് വന്ന ഒരു മനുഷ്യൻ വളരെ പെട്ടെന്ന് മുമ്പിലേക്ക് ഇങ്ങനെ കേറുമ്പോ ഇവിടെ ഇരുന്ന് പറയാത്തൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇവിടെ ഇരുന്ന് പറയാത്തതൊന്നും ഉണ്ടാവില്ല. ബോസ് ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലേ ആ ബോസ് കേട്ടില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ഉള്ളിലൊക്കെ ചിലപ്പോ എന്തെങ്കിലൊക്കെ പറഞ്ഞു അല്ലേ? അല്ലാഹുവിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഉള്ളിലുള്ളതൊക്കെ പഠിച്ചു വളരെ കൃത്യമായിട്ട് അറിയാമേ. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഏറ്റവും അടുത്തുള്ള പടച്ചോനാ. ബോസിനേക്കാൾ കൂടുതൽ അടുത്ത് പടച്ചോന്റെ പറയണതൊന്നും പടച്ചോന്റെ അരികിൽ വിട്ടുപോകില്ല. ഒക്കെ അവിടെ ഇങ്ങനെ നോട്ട് ചെയ്യണ്ടേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കയറി മൂത്രമൊഴിച്ച മനുഷ്യനോട് യാതൊരു നിലക്കും ദേഷ്യപ്പെടാതെ ഏറ്റവും സൗമ്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം മുന്നിൽ കയറുമ്പോഴേക്കും നമുക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഭാര്യയോടും മക്കളോടും എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? ജോലിയാണോ നമ്മുടെ ഒരു ഭാരം? നമ്മൾ പറയാറില്ലേ, അവിടെ കുറെ അനുഭവിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇവിടെ എത്തുമ്പോഴും എനിക്കൊരു സമാധാനം തരൂല. ഇതാര് തരൂന്നേ? വേറെ ഒരാളെ തരൂല. നമ്മളായിട്ട് തന്നെ കണ്ടെത്തേണ്ട സാധനം സമാധാനം. ദുനിയാവിൽ പലപ്പോഴും പല നിലക്കും നമ്മൾ തോറ്റുപോകുന്നുണ്ടെങ്കിൽ, പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു കോണിൽ നമ്മുടെ ആദർശത്തിന് എന്തെങ്കിലും ഒരു മങ്ങലുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. പടച്ചോൻ എല്ലാ സുഖവും സൗകര്യവും തന്നിട്ട് ഒരു നേരത്തെ നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകണ്ടോ? നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന തുകയാണെങ്കിലും മനസ്സാണെങ്കിലും സമയമാണെങ്കിലും സംസാരമാണെങ്കിലും ഇത് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആയി പോകുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ദുനിയാവിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തുന്ന നമുക്ക് പരലോകത്തേക്കുള്ള ഏതെങ്കിലും ഒരു കാര്യം നഷ്ടമാകുന്നുണ്ടോ? ജോലി കൊണ്ട് പടച്ചോനെ അനുഗ്രഹിച്ചു തന്ന സാധനമാണ്. ആ ജോലി കൊണ്ട് നമുക്ക് നമ്മുടെ നമസ്കാരം നഷ്ടാകുന്നുണ്ടോ? നമ്മുടെ ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടാകുന്നുണ്ടോ? നമ്മുടെ ഇബാദത്തുകളിൽ പൂർണ്ണമായ കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അനുഗ്രഹങ്ങൾ അധികരിക്കുമ്പോഴേ പടച്ചോനെ അധികമായി ഓർക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നമസ്കാരം അത് കൃത്യമായിരിക്കും. നമസ്കരിച്ചാൽ മാത്രം പോരാട്ടോ, നമസ്കാരത്തിൽ ചൊല്ലുന്നതും കൃത്യമായിരിക്കും. നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ? ഉണ്ട്. നമസ്കാരത്തിൽ പറയേണ്ട കാര്യങ്ങളും ചോദിക്കേണ്ട കാര്യങ്ങളും കൃത്യമായിട്ടാണോ നമ്മൾ പറയുകയും ചോദിക്കുകയും ചെയ്യുന്നത്? 7 കാര്യങ്ങളാ ഇടയിലെ ഇരുത്തത്തിൽ നമ്മൾ പറയണത്, ആവശ്യപ്പെടുന്നത് അല്ലെ? എണ്ണി നോക്കോട്ടോ. എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയാല് ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ചോദിക്കണ? വേറൊരു മനുഷ്യനോട് ചോദിക്കണല്ല, നമുക്ക് വേണ്ടി മാത്രം ചോദിക്കണം അല്ലെ? ഈ ചോദ്യങ്ങളും ഈ ആവശ്യപ്പെടലുകളും
ചോദിക്കുന്ന റബ്ബിനോട് ആത്മാർത്ഥതയോടുകൂടി ചോദിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? ഞാനൊരു കുറ്റപ്പെടുത്തലോ പോരായ്മയായിട്ടോ പറയുന്നല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രം പറയണതാണ്. ഈ ദുനിയാവിലെ അത്രമേൽ സൗകര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്, സുഖവും സന്തോഷവും അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ രണ്ട് കാല് ചോട്ടിങ്ങനെ നടക്കണില്ലേ? രണ്ട് കണ്ണോണ്ട് നമ്മൾ കാണുന്നില്ലേ? രണ്ട് കാതോണ്ട് നമ്മൾ കേൾക്കണില്ലേ? ഇതൊക്കെ തടയപ്പെട്ട കുറെ ആളുകളെ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു പെൺകുട്ടി കോളേജിൽ പോണ എങ്ങനെയെന്നറിയോ? അവള് കോളേജിൽ പോകുമ്പോ അവളുടെ ചുരിദാറിന്റെ സൈഡിലായിട്ട് ഒരു സഞ്ചി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. എന്താണെന്നറിയോ? അതൊരു മൂത്രസഞ്ചിയാ. കാരണം ഈ ബ്ലാഡറിന് പ്രശ്നമായിട്ട് ആ പെൺകുട്ടി പോണത് അങ്ങനെയാ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് ചുറ്റുമുള്ള പലരും ജീവിക്കുന്നത് എങ്ങനെയാണെന്നും വെറുതെ ഒന്ന് ആലോചിച്ചാൽ നമ്മൾ ജീവിക്കുന്നത് എത്രമേൽ സൗഭാഗ്യത്തിലാണെന്ന് നമുക്ക് ബോധ്യം. ഒരു മോനെ നമ്മളിങ്ങനെ വാരി പുണരുന്നുണ്ടെങ്കിൽ കുറെ ആളുകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും പടച്ചോൻ വാരിക്കോരി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. പടച്ചോൻ നമ്മൾ തിരിച്ചെന്താന്ന് കൊടുക്കണത്? കൊടുക്കാൻ മാത്രം നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. കാരണം വളരെ പെട്ടെന്ന് നമ്മൾ പോയേക്കും. വളരെ പെട്ടെന്നൊരു യാത്ര നമ്മൾ പോകും. കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഒരു അപകട മരണം ഉണ്ടായിരുന്നു. അപകട മരണം എന്ന് പറഞ്ഞാൽ അവനൊന്നും പറ്റിയില്ല, അവന്റെ ഭാര്യക്കും പറ്റിയില്ല, മൂത്ത മോനും പറ്റിയില്ല, മൂത്ത മകൾക്കും പറ്റിയില്ല. 2 വയസ്സ് മാത്രം പ്രായമുള്ള സുഹൃത്ത് എന്ന് പറയുന്ന ഒരു മോൻ തിരുവനന്തപുരത്ത് വെച്ചുള്ള അപകടത്തിൽ മരണപ്പെട്ടു. കാരണം എപ്പോഴാണ് എങ്ങനെയാണ് പടച്ചോനെ തീരുമാനിച്ചു വച്ചേക്കണെന്ന് അറിയില്ല. പോണേന് മുമ്പേ നമ്മുടെ ആദർശം കൃത്യമായിരിക്കണം, നമ്മുടെ ജീവിതം അത് കൃത്യമായിരിക്കണം. മുസ്ലിം എന്ന് പറയുന്ന നമ്മുടെ ഐഡന്റിറ്റിയെ ഏറ്റവും ഭംഗിയായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതിലൊന്നാമതായിട്ട് വേണ്ട സാധനം എന്നറിയോ? ഇഖ്ലാസില്ല. അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളങ്ങ് ചെല്ലണം, നിഷ്കളങ്കമായിട്ട് ചെല്ലണം. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ആരെയും ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടല്ല. നമ്മുടെ സ്ഥാപനത്തിൽ വലിയ ആളാകാൻ വേണ്ടിയല്ല, നമ്മുടെ ഇബാദത്തുകൾ ആർക്ക് മുമ്പിലും ആളാകാൻ വേണ്ടിയല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ആ ഹദീസില് ആദ്യമായി വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ആരെന്നറിയോ? 3 ആളുകളുടെ പേരാ പറഞ്ഞു. അതിലൊന്നൊരു രക്തസാക്ഷിയാണ്. അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി മരണപ്പെട്ട ഒരു മനുഷ്യനായിരിക്കും നാളെ പരലോകത്ത് വിചാരണയ്ക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമത് പറയുന്നത് ഒരു ധർമ്മിഷ്ഠനാണ്. മൂന്നാമത് പറയുന്നത് ഒരു പണ്ഡിതനാണ്. ഇവര് 3 പേരും ദീനിന് വേണ്ടി സേവനം ചെയ്ത ആളുകളാണ്. ഇവർക്ക് 3 പേർക്ക് മുമ്പിലും അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവരോട് ചോദിക്കും, എന്റെ ദീനിന് വേണ്ടി നീ എന്താ ചെയ്തത്? അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ അള്ളാഹ് തിരിച്ചവരോട് പറയും, നീ പറഞ്ഞത് കളവാ. കാരണം നീ ഇതൊക്കെ ചെയ്തെന്തിനാന്നറിയോ? ലോകർക്ക് മുമ്പിൽ ആളാകാൻ വേണ്ടി, ലോകർക്ക് മുമ്പിൽ ഞാൻ നല്ലവനാണെന്ന് പറയാൻ വേണ്ടിയാ. ഒരാളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാന്നല്ല കേട്ടോ. പഠിച്ചോ നമ്മളെങ്ങനെ നോക്കുന്നുണ്ടെന്ന് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, 3 തവണ ബോധം കെട്ട് വീഴുന്ന. മക്കളെ ബോധക്കേടുണ്ടോ? ഒരാളെ കാണിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറയുന്ന ഒരു ഹദീസ് പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല 3 പ്രാവശ്യം ബോധം കെട്ട് വീഴുന്നു. ഓരോ തവണ ബോധം കെട്ട് വീഴുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തിന് വെള്ളം തെളിയും. അദ്ദേഹം എഴുന്നേക്കും, അടുത്ത കാര്യം പറയും, വീണ്ടും ബോധം കെടും, അടുത്ത കാര്യം പറയും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ജീവിക്കേണ്ടത്, സംസാരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം, പോകുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം, ഇടപെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. കാരണം അള്ളാഹ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാവ് ഈ ലോകത്തുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ അള്ളാഹുമായി അടുത്തു നിൽക്കുന്ന ഒരു അവയവമായി മാറും. പടച്ചോന് ഇഷ്ടപ്പെടുന്ന സംസാരങ്ങൾ ഉണ്ടാവണം. അത് സ്ഥാപനത്തിൽ മാത്രമായ പോരാട്ടോ, അത് വീട്ടിന്റെ ഉള്ളിലുണ്ടാവണം, അത് പുറത്തിറങ്ങിയാലുണ്ടാവണം. അത് ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ചെന്നാലും പടച്ചോന് ഇഷ്ടപ്പെടുന്ന
ഇഖ്ലാസുള്ള ആളുകളായിട്ടായിരിക്കണം നമ്മൾ ഇടപെടേണ്ടത്. കാരണം നമ്മൾ ആരെന്നറിയോ? ആരാ ആരാ ആരാന്നേ? മുസ്ലിങ്ങളാ. മുസ്ലിമിന്റെ ജീവിതം ഈ ലോകത്ത് നിന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. കാരണം നമ്മളിവിടെ വെറുതെ വന്നിരിക്കുന്ന ആളുകളല്ല. ഖുർആൻ ചോദിച്ചത് അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈന ലാ തുർജഊൻ, നിങ്ങൾ അല്ലാഹുവിന്റെ അരികിലേക്ക് പോകില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖലീഫ മുത്തവക്കിൽ എന്ന് പറയുന്ന വലിയ ഒരു ഭരണാധികാരി ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഖലീഫ മുത്തവക്കിൽ ഇമാം അഹ്മദിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്നൊന്ന് ഉപദേശിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം. അദ്ദേഹം ആ മനുഷ്യന് കൊടുത്ത മൂന്ന് ഉപദേശങ്ങൾ, ഒന്ന് അസ്സഫറു ഖരീബ്, നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു യാത്ര വരാനുള്ളതാണ്. പ്രതീക്ഷിക്കാതെ, ആരോടും അനുവാദം ചോദിക്കാതെ, ആരോടും യാത്ര പറയാൻ സാധിക്കാതെ, ആർക്കും മുമ്പിലും ഒരു അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ പെട്ടെന്ന് പോകേണ്ട ഒരു യാത്ര നിങ്ങൾക്ക് ഉണ്ടെന്ന. രണ്ട്, നിങ്ങൾക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുള്ളതാണ്. എത്ര കാലം നിങ്ങൾക്ക് ആ യാത്ര തുടരേണ്ടി വരുമെന്നുള്ളത് അറിയില്ല. എത്ര കാലം തുടർന്നാലും സന്തോഷിക്കാനുള്ള വകയെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾ ഒരുക്കി വെക്കണം. മൂന്നാമതായി പറഞ്ഞത് അൽ-അമലു ഖലീൽ, വളരെ കുറച്ച് കർമ്മങ്ങളെ ഉള്ള കർമ്മങ്ങളെ അള്ളാന്റെ അരികിൽ നിന്ന് നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഇഖ്ലാസോടു കൂടി പടച്ചോന് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഷഹീദാവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള പുണ്യമുള്ള ഒരു കാര്യം. പക്ഷെ ഒരു യുദ്ധക്കളത്തിലേക്ക് ചെന്നിട്ട് അള്ളാന്റെ റസൂല് മരിച്ചു കിടക്കുന്ന മയ്യത്ത് നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലാഹു അഅലമു ബിനിയ്യതിഹി, ഈ മനുഷ്യന്റെ നിയ്യത്ത് പടച്ചോന് മാത്രമേ അറിയുള്ളൂ, വേറെ ഒരാൾക്കും അറിയില്ല. അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മൾ പ്രൊഫഷണലുകളാണെങ്കിൽ ഏറ്റവും നല്ല ഒരു പ്രൊഫഷണൽ നിലനിർത്തപ്പെടേണ്ടത് നമ്മുടെ ആദർശത്തിലായിരിക്കും. നമ്മൾ മുസ്ലിമാണ് എന്നുള്ള നിലക്കായിരിക്കണം. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു കേട്ടോ. ആരോടും ഉത്തരം പറയണ്ട, ആരോടൊന്നും ചർച്ച പോലും ചെയ്യണ്ട. നിങ്ങളൊരു കണ്ണാടിന്റെ മുമ്പ് പോയി നിൽക്കാം, എന്നിട്ട് സംസാരിക്കാം, എന്റെ പേര് നൗഫൽ, ഞാനൊരു മുസ്ലിമാണ്. ഇത് ചെയ്യാൻ വേണ്ടി കേട്ടോ വെറുതെ ഒന്ന് ആലോചിച്ചത്. ഞാനൊരു മുസ്ലിമാണ്, ഞാനെന്ന് പറയുന്ന മുസ്ലിമിന് എനിക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? എന്റെ സംസാരം, എന്റെ ഇടപെടലുകൾ, എന്റെ ഇടപാടുകൾ, എന്റെ സഹവാസങ്ങൾ, എന്റെ സംസാരങ്ങൾ, എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ എടുത്താലും എനിക്ക് എത്ര മാർക്ക് പടച്ചോൻ തന്നിട്ടുണ്ടാകും? അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഉപ്പ, ഞാനെന്ന് പറയുന്ന മകൻ, ഞാനെന്ന് പറയുന്ന തൊഴിലാളി, ഞാനെന്ന് പറയുന്ന മുതലാളി, ഞാനെന്ന് പറയുന്ന പടച്ചോന്റെ അടിമ, എത്ര മാർക്ക് ഓരോന്നിനും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും? ചെയ്യാൻ വേണ്ടിയില്ല, വെറുതെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. ബാക്കി എല്ലാ കാര്യത്തിനും കൃത്യമായ പ്ലാനിങ്ങുകൾ നടത്താൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് എന്താ ഒരു പ്ലാനിങ് ഉള്ളത്? അള്ളാന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്തുണ്ടാകും എന്ന കാര്യം നമ്മൾ ഗൗരവമായിട്ടൊന്ന് ആലോചിച്ചാൽ മാത്രം മതിയാകും. രണ്ടാമതായി പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിലേക്ക് നമുക്കൊന്ന് ചോദിക്കാനുണ്ട്, ആവശ്യപ്പെടാനുണ്ട്, കുറേ പറയാനുണ്ട്. പക്ഷെ പറയാൻ സമയമില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? എല്ലാവർക്കും 24 മണിക്കൂർ തോന്നി. ഈ 24 മണിക്കൂറിൽ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം. എല്ലാറ്റിനും കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമുക്കുള്ളത്. ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, ഇന്ന സമയത്ത് ഞാൻ ഇന്ന പ്രായമാകുമ്പോഴേക്കും എനിക്ക് ഇന്ന ലെവലിലേക്ക് എത്തിയിരിക്കണം, അതായിരിക്കണം. അതാണ് നമ്മുടെ ഒരു അച്ചീവ്മെന്റ്. നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുക്കുമ്പോഴേ അത് ഓരോ ടൈം പീരീഡ് നമ്മളിങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോനുമായി സംസാരിക്കാൻ ഞാൻ എത്ര സമയം ചെലവാക്കണം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചോനല്ലേ? അല്ലേ? 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 അതെ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചോനാണെങ്കിൽ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് എത്ര നേരം സംസാരിക്കാനായിരിക്കും താല്പര്യപ്പെടുക? കുറെ നേരം ആളുടെ മുമ്പിൽ കൂടെ ആളോട് സംസാരിച്ചൂടെ? ഒരു മടുപ്പില്ലാതെ സംസാരിച്ചൂടെ? എന്താ തടസ്സമുള്ളേ? പക്ഷെ നമുക്ക് തടസ്സമാകരുത് ഒന്നും.
വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 9-ാമത്തെ അധ്യായം 24-ാമത്തെ ആയത്ത് നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ മനസ്സിൽ നിന്ന് വായിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പടച്ചോൻ പറയുന്നത്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് എന്തിനെയാണെന്നും പടച്ചോൻ പറയുന്നത്. അള്ളാഹുവിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇഷ്ടപ്പെട്ട ആളോട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ സമയം കണ്ടെത്തി പടച്ചോന്റെ അരികിൽ എത്താം. പടച്ചോൻ റെഡിയാണ്. നമ്മൾ പറയുന്ന ആയത്തുകളും അർത്ഥങ്ങളൊന്നും വെറുതെ അല്ല. നമ്മള് ആയത്തെ കുറിച്ച് വന്നാലേ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ലാ തഖുദുഹു സിനത്തുൻ വലാ ഉറക്കമില്ല മയക്കമില്ല നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ പടച്ചോൻ. ഉറക്കമില്ല മയക്കമില്ലാതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പടച്ചോൻ നമുക്കുണ്ട്. നമ്മളൊന്ന് ചെന്നാ മതിനെ, നമ്മളൊന്ന് പറഞ്ഞാ മതി. നമുക്കുള്ള സങ്കടങ്ങൾ എത്രയുണ്ടോ അതങ്ങ് തുറന്നു വെക്ക്. നമ്മൾ പലപ്പോഴും പറയുന്നത് ചില ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണെന്ന്. ഈ ആശ്വാസം ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് എവിടുന്നാ? പടച്ചോന്റെ അടുത്തല്ലേ. നിങ്ങൾക്ക് അള്ളാഹിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പ്രമുഖരായ പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്നറിയോ? നിസ്കരിച്ചാലുണ്ട് അള്ളാഹിന്റെ മറുപടി നിങ്ങൾക്ക് കേൾക്കണോ? എന്ത് ചെയ്യണം? ഖുർആൻ ഓതിയാൽ മതി. എല്ലാറ്റിനും വഴികൾ, എല്ലാറ്റിനും പടച്ചോൻ കൃത്യമായ ഒരു രൂപരേഖ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സംഗതികൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. നമ്മുടെ ആദർശത്തെ മുസ്ലിം എന്ന് പറയുന്ന ഈ ഡിഗ്നിറ്റിയെ, ഈ ഐഡന്റിറ്റിയെ ആസ്വദിക്കാൻ സാധിക്കും. എന്നാലാ കൃത്യമായ നിസ്കാരം വരുള്ളൂ, കൃത്യമായി നോമ്പെടുക്കാൻ പറ്റുള്ളൂ, ഒരു പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ സാധിക്കുള്ളൂ. ഇത് ആസ്വദിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ പ്രൊഫഷനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിലേറ്റവും ഭംഗിയായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം, അല്ലേ? 5 നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ സമയം കണ്ടെത്തുകയും അതിനെ ആസ്വാദ്യകരമായിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു തമാശക്കൊണ്ടൊരു കാര്യം ചെയ്യട്ടെ. നമ്മുടെ മുന്നിൽ ഒരു ജമാഅത്ത് നമസ്കാരമുണ്ട്. അതേ സമയത്ത് തന്നെ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ കിട്ടും. തമാശക്ക് ചോദിച്ചാണോ കാര്യം? സ്വാഭാവികമായിട്ട് ഞാൻ അടക്കുന്ന ആളുകൾ ഒരു വട്ടെങ്കിലും ആലോചിക്കും, ജമാഅത്ത് പിന്നെയും കിട്ടും, നമസ്കാരം പിന്നെയും കിട്ടും. 2 ലക്ഷം രൂപ പോയി കഴിഞ്ഞാൽ പോയില്ലെങ്കിൽ കിട്ടൂല, അല്ലേ? ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാ? നേരെ തിരിച്ചല്ലേ ആലോചിക്കേണ്ടത്. ഈ ലെവലിലേക്ക് നമ്മൾ ഉയരേണ്ടതേ. ഈ ലെവലിലേക്ക് ഉയർന്നുകൊണ്ടുള്ള സഹാബാക്കളോട് യുദ്ധത്തിന് പോകാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ഇങ്ങനെ ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവൻ സമ്പത്തും കൊണ്ടുപോയി അല്ലാഹു റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചത്. അവർക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ പടച്ചോനെയല്ല. അവർക്കുള്ള ഏറ്റവും വലിയ വിശ്വാസം പടച്ചോനില്ല. അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും പടച്ചോനെയാണ്. അതുകൊണ്ടാണ് എന്ത് കൊടുക്കാനും അവർ തയ്യാറായത്. അതുകൊണ്ട് തന്നെ പടച്ചോനിലേക്ക് എല്ലാം ഏറ്റുപറയാനുള്ള മനസ്സും അവർക്കുണ്ട്. ദുനിയാവിലെ ആരും അറിയാതെ ചെയ്ത കുറെ സംഗതികൾ ചിലപ്പോൾ നമുക്കുണ്ടാവും, അല്ലെ? ആരും അറിയാതെ നമ്മൾ ചെയ്ത കുറെ രഹസ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയല്ലേ? ആരും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിച്ച കുറെ സംഗതികൾ പടച്ചോൻ ഇപ്പോഴും അതുപോലെ തന്നെ നിർത്തിയേക്കണം. അത് അറിയിച്ച ആരുടെ മുമ്പിലും നമ്മളെ ഒരു നാണം കിട്ടിയിട്ടില്ല, നമ്മളൊരു മോശക്കാരനാക്കിയിട്ടില്ല. പടച്ചോൻ ഇപ്പോഴും അതിങ്ങനെ ഭദ്രമായിട്ട് ആ രഹസ്യത്തെ രഹസ്യമായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യക്ക് അറിയാത്തുണ്ടാവും, ഉമ്മക്കറിയാത്തത്, ഉപ്പക്കറിയാത്തത്, ഏറ്റവും അടുത്ത സുഹൃത്തിനറിയാത്തത് എല്ലാം അവനറിയാം. പക്ഷെ ഈ കാര്യം അവൻ അറിയില്ല. എല്ലാം അവനോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇത് മാത്രം അവനോട് പറഞ്ഞിട്ടില്ല. ഞാനെന്ന് പറയുന്ന ഒരു ഇന്നർ പാർട്ട് ഉണ്ടല്ലോ, അത് എനിക്ക് മാത്രം അറിയാവുന്ന. ഇതിനെയാണ് പടച്ചോന്റെ ഒരു തുറന്നു നോക്കേണ്ടത്. നാളെ അർശന്റെ തണൽ ലഭിക്കുന്ന 7 ആളുകളെ പറഞ്ഞൊരു കൂട്ടത്തിൽ പറഞ്ഞൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്. അവരൊരു മനുഷ്യനാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് പടച്ചോനെ കുറിച്ച് ഓർക്കണ മനുഷ്യൻ. ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ ആദ്യം വാട്സപ്പ് ഇറങ്ങണം, ഫേസ്ബുക്ക് ഇറങ്ങണം, ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങണം. എല്ലാത്തിനും കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് മാറി ഈ സാധനം മാറ്റി വെക്കണേ കുറച്ച്, അല്ലെ? നമ്മളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കാനും സാധിക്കും, ഏറ്റവും കൂടുതൽ ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഞാനതൊരു മോശമാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് എത്ര നേരം അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റും? ജോലി ഉണ്ടാവട്ടോ, ഇല്ലാന്നല്ല. ഒറ്റയ്ക്ക് ഇരുന്ന് പടച്ചോനെ കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യന് സംഭവിക്കണം എന്താണെന്നറിയോ?
അവന്റെ കണ്ണ് നിറയുന്ന. നമ്മൾ കരയണത് എപ്പോഴാ? ദുനിയാവിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ച് നഷ്ടാവണം, എന്നാൽ നമ്മൾ കരയും. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിക്കണം, നമ്മൾ കരയും. പ്രതീക്ഷക്കപ്പുറം വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ, നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കൽ കണ്ണീർ പൊടിയും. ചില സമയത്ത് സന്തോഷം കൊണ്ട് കണ്ണറിയും. അള്ളാന്റെ മുമ്പിൽ നമ്മൾ എത്ര വട്ടം കരഞ്ഞിട്ടുണ്ടെന്നേ. ഒരു മുസ്ലിം ആട്ടോ നമ്മള്. മുസ്ലിമിന്റെ ക്വാളിറ്റികളിൽ ഈ സംഗതികൾ ഉണ്ടാവണം. കാരണം അള്ളാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴേ നമുക്ക് ഈ കണ്ണീരായിരിക്കും ചിലപ്പോൾ. 2 തുള്ളികളുടെ കഥ പറയുന്ന റസൂൽ. ഒരു തുള്ളി എന്താണെന്നറിയാമോ? അള്ളാഹ്ക്ക് വേണ്ടി ഒഴുക്കുന്ന രക്തങ്ങളാണ്, പോരാടുന്ന രക്തങ്ങളാണ്. 2ാമത്തെ തുള്ളി ഏതെന്നറിയാമോ? അവനെ ഓർത്ത് കരയുന്ന കണ്ണുകളാണ്. അതൊന്നു വരുന്ന തുള്ളികളായിരിക്കും. ഏറ്റു പറയാൻ നമ്മൾ തയ്യാറായിരുന്നു, കേൾക്കാൻ പഠിച്ചു നമ്മുടെ കൂടെ ഉണ്ടാവും. 3ാമതായി പറയുന്നത് പടച്ചോനിലേക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് പോണ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? ഹിജ്റക്ക് പോണ ചരിത്രം മാത്രമല്ല, പ്രവാചകന്റെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ എടുത്തുള്ളൂ. പ്രവാചകനെ അങ്ങനെ എടുത്തു കാണിക്കാൻ മാത്രമുള്ള സൗകര്യങ്ങളൊന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ റസൂല് എന്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജീവിച്ചെന്നറിയാം? പടച്ചോൻ എന്നെ കൈവിടൂല എന്നുള്ള പ്രതീക്ഷ. കാരണം ഞാൻ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവില. എന്റെ എല്ലാം നോക്കുന്നത് പടച്ചോനാ. അതുകൊണ്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഞാൻ എന്റെ വക്കാലത്ത് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ റബ്ബില. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവനല്ലാതെ ഒരു ശക്തിക്കും വേറൊന്നും ചെയ്യാൻ പറ്റൂല. എന്റെ എല്ലാ സംരക്ഷണങ്ങളും പടച്ചോന്റെ അരികില. ഖുർആനിൽ വല്ലാത്തൊരു ആയത്തുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറച്ച് സമയത്ത് ഒരായത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അതിന്റെ വിശദീകരണം ശ്രദ്ധയിൽപ്പെട്ടത്. ഖുർആൻ പറഞ്ഞത് ഇൻകുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദുന. ഇൻകുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംരക്ഷകനുണ്ട് എന്നാണ്. അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശദീകരണമാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നിങ്ങളുടെയൊക്കെ സംരക്ഷകരായിട്ട് പടച്ചോൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. ആ സംരക്ഷണം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണൂല. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ അനുഭവിക്കുന്ന സമയത്തായിരിക്കും ഒരാളെ പടച്ചോൻ ഇങ്ങനെ മുമ്പിൽ കൊണ്ടു നിർത്തി തരും. കടം കൊണ്ട് വലയണ സമയത്ത് പൈസയിട്ട് ഒരാളിങ്ങനെ വരും, സഹായിക്കാൻ വേണ്ടി ഒരാൾ വരും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് നമ്മളെക്കാൾ വലിയ നഷ്ടം അനുഭവിക്കുന്ന ആളെ മുമ്പിൽ പടച്ചോൻ കാണിച്ചു. അപ്പൊ ബോധ്യം നിങ്ങളുടെ സംരക്ഷണം പടച്ചോന്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ സുരക്ഷിതത്വമാണ് പടച്ചോന്റെ കയ്യിലുള്ളത്. ആ പടച്ചോനിലേക്ക് നമുക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാലേ ജീവിതം ഏറ്റവും കൂടുതൽ മനോഹരാകുന്ന. റസൂൽ ഓരോ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും റസൂലിന്റെ കയ്യിൽ വലിയ സന്നാഹങ്ങളൊന്നുമില്ല. നമ്മൾ ആലോചിച്ചോട്ടോ, ബദറിലേക്ക് അല്ലാതെ റസൂൽ പോയത് 313 പേരെ കൊണ്ടാണ്. ധൈര്യപ്പെടും നമ്മളെക്കാൾ ഘടാഘടിയന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഓപ്പണന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാവും. ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ പോവില്ല. അത് സമ്പത്ത് കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും പോകാൻ നമ്മളൊന്ന് പിന്നോട്ട് വലിയും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യസമേതം പോവാ. കാരണം എന്താ? ഇത് പടച്ചോന്റെ കയ്യിലാണ് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ്. നമ്മളിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ലല്ലോ, നമുക്ക് കുറെ ഉള്ളത് കൊണ്ടൊന്നുമല്ല, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ടൊന്നുമല്ല. പടച്ചോൻ എന്ന് പറയുന്ന ഒറ്റൊരാളുടെ ശക്തി കൊണ്ട് മാത്രമേ സാധനങ്ങൾ മുന്നോട്ട്. അവരൊന്നേ നേരത്തെ പറഞ്ഞില്ലേ, ഉറക്കവും മയക്കമൊന്നുമില്ല എന്നുള്ളത്. എങ്ങാനും നമ്മുടെ മേലൊന്ന് കണ്ണടച്ചാൽ മതി, തീർന്നു. നമ്മളൊന്ന് പറയുന്ന ആളെ പിന്നെ ഈ ലോകത്ത് ഒരുപാട് അടയാളം മാത്രമാണ്. ദുനിയാവില് പടച്ചവനിലേക്ക് എല്ലാം ഏൽപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാലേ പരലോകം പടച്ച നമുക്ക് ഭയങ്കര എളുപ്പമാക്കി. 4ാമത്തത്
വൽ ഖശിയത്തു മിൻഹു വറജാ ഫി റഹ്മതി. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ട കോലത്തിൽ ഭയപ്പെടണം. അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ട രൂപത്തിൽ പ്രതീക്ഷയും അർപ്പിക്കണം. പടച്ചവൻ പേടിക്കുന്നുണ്ടാവും, വേണ്ടേ? വേണം. പടച്ചവനെ അതേ സമയം പ്രതീക്ഷിക്കണ്ടേ? രണ്ടും വേണട്ടോ. രണ്ടും ഒരേപോലെ കൊണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതൊന്നും പടച്ചവൻ വിട്ടു കളയില്ല. എല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്യുന്നു. ഖുർആൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നാളെ നമുക്കൊരു കിതാബ് തരുന്നു. ആ കിതാബ് തന്നെ സമയത്ത് നാളെ പരലോകത്ത് നമ്മൾ ചോദിച്ചു പോകും, ആലി ഹാദൽ കിതാബ്, ഇതെന്തൊരു പുസ്തകം, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഇതിന്റെ അകത്ത് ഇല്ലാത്തതൊന്നുമില്ലല്ലോ, എല്ലാം ഉണ്ട്. ഞാൻ കളിയാക്കിയതുണ്ട്, ഞാൻ പിണങ്ങിയതുണ്ട്, ഞാനിങ്ങനെ കുറ്റപ്പെടുത്തിയതുണ്ട്. എല്ലാം എഴുതി വെച്ച ഈ പുസ്തകം ഇങ്ങനെ കയ്യിലേക്ക് കിട്ടുമ്പോ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും, ധൈര്യപ്പെട്ട് പറയാൻ സാധിക്കണം, ഹാ മുഖറഹു, ഇതെന്റെ പുസ്തകം, നിങ്ങൾക്ക് വായിക്കാം. ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു പുസ്തകം നമുക്ക് കിട്ടണം. അതിന് ഈ ദുനിയാവിൽ പടച്ചവനെ അറിയേണ്ട കോലത്തിൽ നമ്മൾ അറിഞ്ഞാൽ ആ പടച്ചവനിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ജീവിതം മനോഹരമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്തായിരിക്കും ഒരു ദുർനാമ്പ് ഇങ്ങനെ പൊട്ടിമുളക്കണം. ഒരു മഴ പെയ്യുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങള്? എല്ലാം ഉണങ്ങി വരുന്ന സമയത്ത് പടച്ചവൻ നല്ലൊരു മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് പൊട്ടിമുളയ്ക്കാൻ സാധ്യതയുള്ളതിനെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടയാളമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അഞ്ചാമത് പറഞ്ഞത് പടച്ചവന്റെ അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും നമ്മൾ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളെ ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യാം. നമുക്ക് മാസാവസാനം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ തുടക്കത്തിലായിരിക്കും ശമ്പളം കിട്ടുക, അല്ലെ? അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം, ഒരാഴ്ച കൂടെയൊക്കെ സന്തോഷം കിട്ടുമോ? പോയെന്നൊന്നും കാരണം ഇതിങ്ങനെ തീർന്നേക്കാം. ഒരു പള്ളിയിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടണം. ഒരാളെ കണ്ട് സലാം പറയുമ്പോഴേ ഈ സന്തോഷം കിട്ടണം. കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനോട് സലാം പറയണത് എന്റെ ഉദ്ദേശം എന്താണെന്നറിയാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഒരു വ്യക്തി, ഞാൻ പറയുന്ന വ്യക്തിക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകണം. അതെന്റെ ആഗ്രഹം. ഈ ആഗ്രഹം എന്നുള്ളത് പടച്ചവനിലേക്ക് നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയെ പടച്ചവൻ സ്വീകരിക്കണമെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി പറയാൻ നമുക്ക് സാധിച്ചാൽ ആ സലാം വരെ നമുക്കൊരു സന്തോഷം നൽകും. ഒരു പള്ളിയിൽ കയറി 4 റക്അത്ത് നമ്മൾ നമസ്കരിച്ച് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ സഹാബാക്കൾ ചെയ്ത അതേ 4 റക്അത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവരനുഭവിച്ച ആ ഒരു സന്തോഷത്തെ, ആ ഒരു നിർവൃതിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെന്ന് മാത്രം ഒന്ന് ആലോചിക്കാം. കാരണം ഓരോ നമസ്കാരങ്ങളും അവസാനിപ്പിക്കാത്തവരായിരുന്നു അവര്. അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു അവര്. അടുത്ത അല്ലാഹുവുമായിട്ടുള്ള സംസാരത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമായിട്ട് കണ്ട ആളുകളായിരുന്നു അവര്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് പറയാൻ സാധിച്ചത് ഖുർആനിൽ റളിയല്ലാഹു അൻഹും വറദു, രണ്ട് കൂട്ടരും പരസ്പരം തൃപ്തിപ്പെടുന്ന കോലത്തിലായതിന്റെ കാരണം അള്ളാഹുമായിട്ട് സംസാരിക്കേണ്ട, ഇടപെടേണ്ട രൂപത്തിൽ കൃത്യമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത വിഭാഗങ്ങൾ. നമുക്ക് സാധിക്കണ്ടേ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നമസ്കാരങ്ങൾ ഒരു പള്ളിയിലേക്ക് കയറിയിട്ട് കോഴി കുത്തണ പോലെ ചെയ്തുകൊണ്ട് ഇറങ്ങി പോരരുതോ? പറയാൻ കാരണമൊന്നുമില്ല. ഞാൻ എന്റെ മേന്മ പറയാനോ ഇത് കണ്ട വ്യക്തിയുടെ പോരായ്മ പറയാനോ വേണ്ടിയല്ല. ഒരു നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് ചൊല്ലണം എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. എന്നാൽ ഇത് ചൊല്ലാൻ എത്ര സമയം വേണ്ടി വരും? ഏറിപ്പോയി കഴിഞ്ഞ 2 മിനിറ്റ്. കണ്ട കാഴ്ച വേറൊന്നുമല്ലായിരുന്നു. ഈ 2 മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യന്റെ അസ്ർ നമസ്കാരം കഴിഞ്ഞു എന്നുള്ളതാണ്. വെറും ആക്ഷൻ അല്ല നമസ്കാരം.
ഏത് കർമാണെങ്കിലും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെയ്തികളല്ല നമസ്കാരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ആരാധന കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളറിഞ്ഞ ആത്മാർത്ഥതയോടുകൂടി സംസാരിക്കാനും ഇടപെടാനും നമുക്ക് ആ കർമ്മങ്ങൾ കൊണ്ട് സാധിക്കണം. അതിൽ നമ്മൾ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന ആളുകളാണെന്ന് ആലോചിക്കും. എല്ലാ നിലക്കും എല്ലാം ഭംഗിയാവണമെന്ന് ആഗ്രഹിക്കണം നമ്മളുടെ നമസ്കാരത്തെയും മറ്റിതര ആരാധനാ കർമ്മത്തെയും നമ്മളൊന്ന് ആലോചിക്കുക. ആറാമത്തത് വൽഹിർസു അലാ മർദാതിഹി, പടച്ചവന്റെ തൃപ്തി നേടാൻ വേണ്ടി ഓടുക, വല്ലാതെ അതിയായിട്ട് ആഗ്രഹിക്കുക പടച്ചവന്റെ തൃപ്തി നേടാൻ വേണ്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രി എല്ലാ ദിവസവും ഒരു വൃദ്ധയായ സ്ത്രീയുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കും. ഇതേ വിഷയം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അറിയുന്നുണ്ട്. പക്ഷെ ഉമർ ഖത്താബിന് അറിയില്ല ആരാണ് അവിടെ പോകുന്നതെന്നും ചെയ്യുന്നതെന്നും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വൃദ്ധയുടെ കാര്യം അറിഞ്ഞ് അവരെ സഹായിക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോഴേക്കും ആരോ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് പോയി. രണ്ടാം തവണയും ഉമർ ഖത്താബ് കുറച്ചുകൂടെ നേരത്തെ വന്നു. പക്ഷെ അതിലും നേരത്തെ ആ മനുഷ്യൻ അതിലൊക്കെ ചെയ്തു വെച്ചിട്ട് പോയി. മൂന്നാം തവണയും ഇത് തന്നെ ആവർത്തിച്ചു. പിടിക്കണം എങ്ങനെയെങ്കിലും, ആരാണിതെന്ന് അറിയണം. ഇതറിയാൻ വേണ്ടി പതുങ്ങിയിരുന്ന ഉമർ ഖത്താബിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്നും ഒരു ഷാള് പുതപ്പ് പുതച്ചു വരുന്ന ഒരു മനുഷ്യനെ കാണുമ്പോ അദ്ദേഹത്തിന്റെ നേർക്ക് ഇങ്ങനെ ചാടി വീഴുന്നുണ്ട്. ചാടി വീണ അപ്പം തന്നെ പിടിവിട്ടിട്ട് ഉമർ ഖത്താബ് പറയുന്നുണ്ട്, എന്നെ ഈ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും സാധിക്കില്ല. എന്നെ ഈ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും സാധിക്കില്ല. വല്ലാത്തൊരു വാക്കാണത്. കാരണം മത്സരിക്കവര് എന്തിനാ? അള്ളാന്റെ അരികിലുള്ള തൃപ്തിയെ നേടാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടേയിരിക്കാം. ഏതെല്ലാം നിലക്ക് നമുക്ക് മത്സരിക്കാൻ സാധിക്കുമോ ആ നിലക്കെല്ലാം മത്സരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരു ഖുർആൻ പഠിതാവിന്റെ ഒരു വാക്കുണ്ട്. ആ ഖുർആൻ പഠിതാവിന്റെ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഞാൻ എന്റെ ഇക്കായി തമ്മിൽ മത്സരിക്കും. എന്തിനാണെന്നറിയാം മത്സരിക്കുക? അദ്ദേഹം ഖുർആനിന്റെ ഒരു ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 ആയത്ത് പഠിക്കും. അദ്ദേഹം 2 ആയത്ത് പഠിച്ചാൽ ഞാൻ 4 ആയത്ത് പഠിക്കും. അദ്ദേഹം ഒരു സുന്നത്ത് നോമ്പെടുത്തു കഴിഞ്ഞാൽ ഞാൻ 2 സുന്നത്ത് നോമ്പെടുക്കും. മത്സരിക്കണോ? ദുനിയാവിൽ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി മത്സര ബുദ്ധിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മത്സരിക്കാൻ നമുക്ക് കഴിയണം. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നറിയാം, മത്സരിക്കുന്ന സമയത്ത് ഹറാമൊന്നും വന്നു ചേരരുത് കേട്ടോ. പോക്കറ്റിലേക്ക് ഹറാമൊന്നും വന്നു കയറരുത്, അക്കൗണ്ടിലേക്ക് ഹറാമൊന്നും വന്നു കയറരുത്. കാരണം നമ്മൾ മുസ്ലിങ്ങളാ, നിസ്സാരക്കാരല്ല. അള്ളാന്റെ അരികിൽ ഏറ്റവും കൂടുതൽ പദവി ലഭിക്കേണ്ട ആളുകളാ, ഏറ്റവും കൂടുതൽ സ്ഥാനീയരായിട്ടുള്ള ആളുകളാ, ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ആളുകളാ. മോശാവരുത് നമ്മൾ. അബൂ ദുജാന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വളരെ വേഗത്തിൽ വീട്ടിലേക്ക് ഓടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പതിവായി കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നുണ്ട്, അബൂ ദുജാനയുടെ കാര്യം അന്വേഷിക്കണം. അബൂ ദുജാന വീട്ടിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇത്ര വേഗത്തിൽ എന്തേ ഓടണം? അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ വീട് നിൽക്കണതേ ഒരു ജൂതന്റെ വീടിന്റെ സൈഡിലാണ്. ജൂതന്റെ വീട്ടിൽ ഒരു ഈത്തപ്പനയുടെ മരമുണ്ട്. രാത്രിയാകുമ്പോ പഴുത്ത് പാകമായിട്ടുള്ള ഈത്തപ്പഴം എന്റെ വീട്ടിലേക്ക് വീഴും. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞാനെന്നാ വൈകി കഴിഞ്ഞാലേ എന്റെ മക്കൾ അതിൽ നിന്ന് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാലേ ഞാനതിന് ഉത്തരവാദിത്യം, ഞാനതിന് സമാധാനം പറയേണ്ടി വരും. എന്റെ മക്കളുടെ വയറിനകത്തേക്ക് ഒരു ഹറാമ് പോലും കടക്കരുത്. വലിയ ദീർഘദൂരം യാത്ര കഴിഞ്ഞു വന്ന ഒരു മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാൻ സാധിക്കും. മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് വസ്ത്രമൊക്കെ നിർമ്മിച്ച് ചെളി പിടിച്ച് പറ്റിപ്പുരണ്ട ഒരു മനുഷ്യൻ പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ട് കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ഇങ്ങനെ യാ റബ്ബി എന്ന് പറഞ്ഞ് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. പ്രവാചകൻ പറയുന്നുണ്ട്, ഈ മനുഷ്യന്റെ പ്രാർത്ഥന സ്വീകരിക്കുക. സഹാബക്കൾക്ക് അത്ഭുതമായി. കാരണം ഇത്രയും താണുകയാണ് അപേക്ഷിക്കണ ഈ മനുഷ്യന്റെ പ്രാർത്ഥന പഠിത്തം സ്വീകരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്,
മൽബസുഹു ഹറാം, അദ്ദേഹം ഉടുത്തിരിക്കുന്നത് ഹറാം. മസ്റബുഹു ഹറാം, കുടിച്ചിരിക്കുന്നത് ഹറാമാ. മഅ്കുലുഹു ഹറാം, തിന്നിരിക്കുന്നത് ഹറാമാ. വഉദിയ ബിൽ ഹറാം, ഹറാമിൽ ഊട്ടപ്പെട്ട മനുഷ്യനാ. ഫഅന്ന യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാ മനുഷ്യന് ഉത്തരം കിട്ടുക? ഒരു ഹറാം ഉണ്ടെങ്കിൽ എത്ര തൃപ്തിപ്പെടുത്താൻ നോക്കിയാലും തൃപ്തിയാവൂല കേട്ടോ. പടച്ചോന് ഒരു ഹദീസ് എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ നട്ടല് വളയുന്നത് വരെ നിങ്ങൾ നിന്ന് നമസ്കരിച്ചാലും, നിങ്ങളുടെ വയറൊട്ടണത് വരെ നിങ്ങൾ പടച്ചോന് വേണ്ടി നോമ്പെടുത്താലും പടച്ചോ സ്വീകരിക്കൂല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് ഹറാമാണ്. ഒരു മനുഷ്യൻ 10 ദിർഹം കൊടുത്ത് ഒരു വസ്ത്രം വാങ്ങിച്ചു, അതില് 1 ദിർഹം ഹറാമാണ്, ബാക്കി 9 ഹലാല, മെജോറിറ്റി ഹലാലിന. പക്ഷേ റസൂൽ പറഞ്ഞത് ആ മനുഷ്യന്റെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കൂലടോ. പ്രാർത്ഥനയൊക്കെ പടച്ചോൻ കേൾക്കണില്ല, ഞാൻ എത്ര തേടിയിട്ടും എനിക്ക് ഒരു സമാധാനം കിട്ടണില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലേ സമ്പത്തും ശരീരവും ജീവിതം മൊത്തമൊക്കെ ഹറാമിലാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി. അതൊന്ന് പരിശോധിച്ചാൽ അത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു വിഷയമാണ്. ദാബിയായിട്ടുള്ള മനുഷ്യൻ ദഅവത്തുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്ഥലത്തേക്ക് യാത്ര പോയി ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പേനന്റെ ആവശ്യം വന്നു. ഒരു പേന മേടിച്ചു. ആ പേന വാങ്ങി അദ്ദേഹം തിരിച്ച് കുറേ ദൂരെ യാത്ര ചെയ്തു, കൊടുക്കാൻ മറന്നു. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഒരു പേനയല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പേന എന്താ കുഴപ്പം? പേന അദ്ദേഹത്തിന് വേറെ മേടിക്കാലോ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ എന്താ തിരിച്ചു നടന്ന് ആ പേനയെ അദ്ദേഹം അതിന്റെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുത്തു എന്നാ ചരിത്രം പറയുന്നത്. നമുക്ക് മുന്നിൽ നടന്ന ആളുകളുണ്ടല്ലോ, ഹറാമിനെയും ഹലാലിനെയും എങ്ങനെ കണ്ടു എന്നത് ഈ ഒറ്റ ചരിത്രം മാത്രം മതിയോ? വൈദ്യന്മാരുടെ കണക്കിങ്ങനെ എഴുതുന്ന സമയത്ത് മോളുണ്ട്, ഭാര്യയുണ്ട്. വൈദ്യന്മാരെന്ന് ഒരു ആപ്പിളും മോളെടുത്ത് ഇങ്ങനെ കടിക്കാൻ പോയി, പറ്റൂല എന്ന് പറഞ്ഞു, വാക്കാൻ പറഞ്ഞു. തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തിയ സമയത്ത് ഭാര്യ പരാതി പറയുന്നുണ്ട്, അല്ല എന്റെ മോളൊരു ആപ്പിൾ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രയും വിഷമം, വേദന എന്താ? എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ഭാര്യയോട് പറയുന്നുണ്ട്, പെണ്ണെ എന്റെ മോള് തിന്നുന്നത് ഒരു തീക്കട്ടയാണ്, ഒരു തീന്റെ കട്ടയാണ് നിന്റെ മോള് തിന്നാൻ പോണത്. അതിന് ഞാൻ അനുവാദം കൊടുക്കണോ? ഒരു ആപ്പിളല്ല നിന്റെ മോള് കഴിക്കാൻ പോയത്, കാരണം അത് ഹലാലല്ല, നിനക്ക് അവകാശപ്പെട്ടതല്ല. പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ നോക്കുമ്പോഴേ ഒന്നാമത്തെ ഒരു സ്ഥാനം കൊടുക്കേണ്ട സംഗതിയാ ജീവിതത്തിൽ ഹറാം ഉണ്ടോ ഹലാൽ ഉണ്ടോ എന്നുള്ളത്. അക്കൗണ്ട് കിടക്കൊക്കെ ഒന്ന് പരിശോധിക്കണം. കുറെ ഇൻട്രസ്റ്റ് ഒക്കെ വന്നു കിടപ്പുണ്ടാവും, എടുത്താണ് ഒഴിവാക്കണേ, എടുത്തു മാറ്റണം. കാരണം നമുക്കുള്ളതല്ലല്ലോ അത്. അലിഹു പറഞ്ഞ പോലെ നിനക്കുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ പടച്ചോനെ നിന്റെ അരികിൽ തന്നെ എത്തിക്കും. അതെത്ര മലകൾക്കപ്പുറമാണെങ്കിലും നിനക്കുള്ളതാണെങ്കിൽ നിന്റെ അരികിലേക്ക് പടച്ചോനത് എത്തിക്കും. നിനക്കല്ലാത്തതാണെങ്കിലോ നിന്റെ 2 ചുണ്ടിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നിനക്കത് കിട്ടൂല. തീരുമാനം നമ്മുടെ അല്ല, പടച്ചോനെയാ. തൃപ്തിപ്പെടുത്താൻ നോക്കുമ്പോ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം സാമ്പത്തികമാണെങ്കിലും മറ്റെന്താണെങ്കിലും ഹറാമിന്റെ ഒരംശം ഇല്ലാത്ത ജീവിതമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ പടച്ചോൻ നമ്മളെ തൃപ്തിപ്പെടുള്ളൂ. 40 ദിവസത്തെ പ്രാർത്ഥന സ്വീകരിക്കൂല എന്ന ഹദീസുകൾ കാണാൻ പറ്റും. 40 ദിവസത്തെ പ്രാർത്ഥന സ്വീകരിക്കില്ല. ആലോചിക്കുക, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ കരിയർ, നമ്മുടെ ആദർശം, ഇതിൽ എവിടെയെങ്കിലും നമുക്ക് പോരായ്മകൾ സംഭവിക്കുന്നുണ്ടാവും. ആദർശത്തെക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പ്രൊഫഷൻ ആണെങ്കിൽ അതിൽ നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് കൂടി അവസാനമായിട്ടൊരു കാര്യം കൂടി ചേർത്ത് വെക്കാണ്. പടച്ചോന്റെ കോപത്തെ തൊട്ട് നിങ്ങളൊന്ന് ജാഗ്രതയിലാക്കണം. പടച്ചോൻ എപ്പോഴാണ് നമ്മളൊന്ന് ഇരുത്തി കളയാന്ന് അറിയില്ല കേട്ടോ. എപ്പോഴാണ് നടത്തത്തിൽ ഒരു വീഴ്ച സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. ഇപ്പൊ ഇങ്ങനെ സന്തോഷത്തോടു കൂടി പോവുകയും വളരെ പെട്ടെന്നായിരിക്കും പടച്ചോൻ ഒരു തീരുമാനം ഒന്ന് മാറ്റി തരിക. പിന്നെ നമ്മള്
ആവലാദികളും ദേവലാദികളും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 4 ചുമരിന്റെ അകത്ത് പെട്ടുപോയ ഒരാളുടെ അവസ്ഥ പെട്ടുപോയവരെ അറിയുള്ളൂ. കണ്ണിന്റെ വില എന്താണെന്ന് ഏറ്റവും കൂടുതൽ ബോധ്യാവണപ്പോഴാണ് പോണം, നഷ്ടാവണം. ഇപ്പോഴല്ലേ ബോധ്യാവുള്ളൂ. ഹെലങ്കല്ലർ എന്ന് പറയുന്ന ആളുകൾ കേട്ടിട്ടില്ലേ? കണ്ണ് കാണാതെ ലോകം അറിയപ്പെട്ട ഏറ്റവും നല്ല എഴുത്തുകാരിയായ ഒരു സ്ത്രീയാണ്. അവർ കാട്ടിലേക്ക് യാത്ര പോയ ഒരു മനുഷ്യൻ തിരിച്ചു വന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളൊന്ന് കാട്ടിൽ പോയിട്ട് എന്താ കണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല, പുതിയ കാഴ്ചകളൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്താണെന്നറിയോ? എങ്കിൽ എന്നേക്കാൾ വലിയ അന്ധത നിങ്ങൾക്കാണ്. കാരണം ഈ ലോകത്തിൽ നിങ്ങൾ കാണേണ്ട കുറെ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളെ എന്നും കാണേണ്ട വിധത്തിൽ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ എന്നേക്കാൾ വലിയ അന്ധത ബാധിച്ചിട്ടുള്ളത് നിങ്ങൾക്കാണ്. ജീവിതം നമ്മുടെയാണ്. ഏറ്റവും കൂടുതൽ മൂല്യത്തോടു കൂടി നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു പ്രൊഫഷൻ കൊണ്ടും ഒരു സംസാരം കൊണ്ടും ഒരു ഇടപാട് കൊണ്ടും ഒരു ഇടപെടലുകൾ കൊണ്ടും നമ്മുടെ ജീവിതത്തെ പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലാക്കി നമ്മൾ മാറ്റരുത്. ഒരു മനുഷ്യന്റെ എപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ പേന അദ്ദേഹം മറന്നു വയ്ക്കും. എത്ര നല്ല പേനയാണെങ്കിലും അദ്ദേഹം മറന്നു വയ്ക്കും. ഇത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോഴേ ആ സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു പോംവഴി പറഞ്ഞു. എന്താണെന്നറിയോ? നിങ്ങള് ഒരല്പം സ്വർണം പൂശിയ ഒരു പേന കയ്യിൽ കരുതാൻ പറഞ്ഞു. സ്വർണം പൂശിയ പേന കയ്യിൽ കരുതാൻ പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം ഇതേ സുഹൃത്തിനെ തിരിച്ചു കണ്ടപ്പോ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ പേന നഷ്ടപ്പെടാറുണ്ടോ? ഇല്ല. എന്റെ നഷ്ടപ്പെടാത്ത? ഈ പേന എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം സ്വർണം കൊണ്ടുള്ള സ്വർണം കൊണ്ടുള്ളതാണ് ഈ ജീവിതം. നമുക്ക് നൽകുന്ന ഒരു ജീവിത പദ്ധതിയുണ്ട്. ആ ജീവിത പദ്ധതിയെയും ജീവിതക്രമത്തെയും നമ്മളൊന്ന് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്താൽ പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിതമായിട്ട് നമുക്ക് മാറാൻ കഴിയും, മാറ്റാൻ കഴിയും. കുറെ അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് മുമ്പ് കുറെ ആളുകൾ അനുഭവിച്ചൊരു ത്യാഗവും ഒരു പരിശ്രമവുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ ഈ സന്തോഷകരമായിട്ടുള്ള ജീവിതം. നമ്മൾ ആലോചിച്ചു കേട്ടോ, ഇസ്ലാമിലേക്ക് പണ്ട് കടന്നു വന്ന ആളുകളുടെ അവസ്ഥ നമുക്ക് ഇന്ന് അതൊന്നും അനുഭവിക്കണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ ഓതാൻ വരെ പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം പേടിച്ച് മാത്രം ഓതി തീർത്ത ഒരു ഖുർആനെ നമ്മൾ ഇന്ന് ആവേശത്തോടു കൂടി ഓതാനുള്ള ഒരവസരം പടച്ചു നമുക്ക് ഇന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മാത്രം ആലോചിക്കുക. അവർ അനുഭവിച്ചേക്കാൾ വലിയ സുഖവും സൗകര്യവും സന്തോഷവും നിമിഷങ്ങളും സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിൽ. നമ്മൾ ആലോചിക്കേണ്ടത് ഇത് വെച്ച് എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്തുണ്ട്? എന്റെ പ്രൊഫഷൻ കൊണ്ട് എനിക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക? ഭൗതികമായിട്ട് ഞാൻ കുറെ ഉന്നതിയിലെത്തിയാലും പടച്ചവന്റെ മുമ്പിൽ ഞാൻ എന്ന് പറയുന്ന മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയുണ്ടല്ലോ, ആർക്കും അറിയാത്തൊരു മുസ്ലിം, ആരെയും ബോധിപ്പിക്കേണ്ടതില്ലാത്തൊരു മുസ്ലിം, ആരുടെ മുമ്പിലും ഒന്നും നഷ്ടപ്പെടാത്ത ഒരു മുസ്ലിം. ആ മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യന് അള്ളാന്റെ മുമ്പിൽ എന്ത് സ്ഥാനമുണ്ട് എന്ന കാര്യം ഒന്ന് ആലോചിക്കുക. ഞാൻ ഏറ്റവും നല്ല ഉപ്പയാണോ? ഞാൻ ഏറ്റവും നല്ല ഭാര്യയാണോ? ഞാൻ ഏറ്റവും നല്ലൊരു ഭർത്താവാണോ? ഈ രീതിയിൽ വേണ്ടി പണിയെടുക്കുന്ന ഏറ്റവും നല്ല അള്ളാന്റെ അടിമയാണോ? നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയാന്നേ? മരണ വാർത്ത കേട്ടാല് ഒക്കെ പറയും. നമ്മൾ ഉറങ്ങാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ? വിഖ്യാതനായ ഒരു പണ്ഡിതനുണ്ട്, ഫുദൈൽ ഇബ്നു ഇയാദ്. ഫുദൈൽ ഇബ്നു ഇയാദ് പറയുന്ന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അദ്ദേഹം വലിയ ഭംഗിയുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തു. മനുഷ്യനത് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളിലൂടെ അവൻ യാത്രയിൽ വന്നു. ഒന്ന്, ഞാൻ അള്ളാന്റെ അടിമയാണ്. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള അടിമയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള അടിമയാണെന്ന് മനസ്സുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുമ്പോൾ അവന് ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി തോന്നേണ്ടതെന്നറിയോ? ബിഅന്നഹു മൗഖൂഫുൻ,
അവനൊരു ദിവസം ഒരു പതനമുണ്ട്. മൗഖൂഫ് എന്നൊക്കെ പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിനൊക്കെ പറയാം, സ്റ്റോപ്പ് ഉണ്ട്. കാരണം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ എനിക്ക് പെട്ടെന്ന് നിന്നുവാ, ചലിച്ചുകൊണ്ടിരിക്കുന്ന അവയവായിരിക്കും പെട്ടെന്ന് നിന്നുവാ. ഈ മുകളിലേക്ക് പോകുന്ന ശ്വാസം ഉണ്ടല്ലോ, താഴേക്ക് വരുമെന്ന് അറിയില്ല. ഈ മൗഖൂഫ് ഉണ്ടെന്ന് ഒരു മനുഷ്യൻ കരുതി കഴിഞ്ഞാലേ പിന്നെ അവരുടെ ഉള്ളിൽ വരേണ്ട സംഗതി എന്താണെന്നറിയോ? അവന്റെ മുമ്പിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ നാലാമതായി അവൻ ഉണ്ടാവേണ്ട സംഗതി എന്താണെന്നറിയോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ അള്ളാഹ് കൊണ്ടിട്ടുള്ള അടിമയാണ്. ഒരു പതനമുണ്ട്, ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും വേണം. തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞപ്പോ തോന്നണോ? ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ കേവലം ഒരു യാന്ത്രികമായിട്ട് പറയുന്ന ഒരു വാക്കൊന്നല്ല. ആ വാക്കിന് വിശാലമായ ഒരു അർത്ഥം എന്നാണ് നമുക്ക് മുമ്പേ ജീവിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്ക് മുമ്പിൽ വിശദീകരിച്ചു തരുന്നത്. ആലോചിക്കേണ്ട സംഗതിയാണ്. ഒരു ഖബർ കണ്ടാൽ അതാണ് റസൂൽ പറയാൻ പറഞ്ഞ എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഞാൻ പെട്ടെന്ന് വരാട്ടോ എന്ന് പറയണം. ഞാൻ പെട്ടെന്ന് വരാം, അധികം വൈകൂല, ഏറ്റവും അടുത്ത നിമിഷത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് വന്ന് ചേരുന്ന പറയണം. കാരണം ഇവിടെയല്ല നമ്മുടെ ജീവിതം, ഇതിനപ്പുറം പഠിച്ചവൻ ഏറ്റവും നല്ല ഒരു ജീവിതം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുക. ഒരിക്കൽ പോലും നമ്മുടെ പ്രൊഫഷൻ അത് എത്ര തന്നെ ഉന്നതിയിലാണെങ്കിലും എത്ര തന്നെ മികവുറ്റതാണെങ്കിലും അവിടെയൊന്നും നമ്മുടെ ഇസ്ലാമിനെയും നമ്മുടെ ഇസ്ലാമിയത്തിനെയും കളഞ്ഞു കുളിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും വൈയക്തികമാണെങ്കിലും ആത്മീയമാണെങ്കിലും ഇവിടെയൊക്കെ നമ്മൾ മികച്ചു നിൽക്കുന്നവരായിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ യുദ്ധചേരൽ ഒരു സ്വാലിഹായ അമലായി നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാവിധ ദോഷങ്ങളും പോരായ്മകളും അല്ലാഹു നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه. ഇത്രയും സമയം യാതൊരുവിധ മടുപ്പുമില്ലാതെ വലിയ പൊട്ടിത്തെറികളും ഒച്ചപ്പാടുകളും ഒന്നുമില്ലാതെ തന്നെ വലിയ ഒരു ദൗത്യം നമ്മിലേക്ക് പകർന്നു നൽകിയ പ്രിയങ്കരനും സ്നേഹിതനുമായ നൗഫൽ ഹാദിക്ക് നന്ദി രേഖപ്പെടുത്തണം. വലിയ കുറെ ആശയങ്ങളും വലിയ കുറെ ആ സംഭവങ്ങൾ ആദർശങ്ങളും വളരെ നിസ്സാരമായി വളരെ ആ ഒരു ലാളിത്യത്തിൽ ആ ഒരു ഭാഷയും ശൈലിയും കൊണ്ട് നമ്മിലേക്ക് പകർന്നു നൽകാൻ പൂർണ്ണമായി നമുക്ക് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ തിരക്കുകൾക്കിടയിൽ എത്തിച്ചേർന്നവരാണ് ഞാനടക്കമുള്ള നിങ്ങൾ ഓരോരുത്തരും. ഇപ്പോൾ ഈ കൂടിയിരുന്ന ഈ ഒരു 2 മണിക്കൂർ സമയം എന്തെങ്കിലുമൊക്കെ ലഭിച്ചു എന്നുള്ള ആത്മവിശ്വാസവും ഒരു ആത്മധൈര്യവും ആ നേടിയെടുത്തത് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം വരുന്ന ദിവസങ്ങളിലും വരുന്ന നാളുകളിലും നമ്മിൽ ഉണ്ടാകണം. കേവലം ഒരു കേൾവിയിൽ അപ്പുറത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഇന്ന് വരെ ഇന്ന് മുതൽ എന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുത്ത ഈ എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമുക്ക് ഇന്ന് ഈ ഒരു ക്ലാസ് നയിച്ച നമുക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.